സിവിൽ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. LSTDന്റെ സിലബസ് റിവൈസ്ഡ് ആയിട്ട് വന്നത് നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. അപ്പം ആ ഒരു സിലബസ് ആണ് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുന്നത്തെ ഹാർബർ എക്സാമിന്റെ സെയിം സിലബസ് ആണ് അല്ലേ ഇപ്പം റിവൈസ്ഡ് ആയിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു സിലബസിനെ നിങ്ങൾ ഈ ഒരു എക്സാമിനെ ബേസ് ചെയ്തിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ റിവിഷൻ സീരീസ് ഓൾറെഡി നമ്മളെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കാറ്റഗറീസ് വരുന്നത് 292/2024, 381/2024, 734/2024 ആണ്. ഓക്കെ, അപ്പം സിലബസിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിംഗ് മെറ്റീരിയൽ ആണ്. ബിൽഡിംഗ് മെറ്റീരിയൽ 15 മാർക്കിനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ റോക്ക്, സ്റ്റോണ്, ബ്രിക്ക്, ലൈം, സിമെന്റ്, പൊസലാനിക് മെറ്റീരിയൽ, ക്ലാസിഫിക്കേഷൻ, ടൈപ്സ്, പിന്നെ ക്ലേ പ്രൊഡക്ട്സ് വരുന്നുണ്ട്, മോട്ടാർ, കോൺക്രീറ്റ്, ടിമ്പർ, ആഡ്മിക്സ്ചേഴ്സ്, പെയിന്റ്, വാർണിഷ്, മെറ്റൽസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് കോമൺ ആയിട്ട് എല്ലാ എക്സാമിനും ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി സെക്കൻഡ് 15 മാർക്കാണ് കേട്ടോ. ഇതിന്റെ മാർക്കാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. 15 മാർക്കിന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും വെയിറ്റേജ് കൊടുത്ത് തന്നെ ബിൽഡിംഗ് മെറ്റീരിയൽ പഠിക്കാം. അതുപോലെ തന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ടെക്നോളജി ആണെങ്കിലും 15 മാർക്കിന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ പറഞ്ഞിട്ടുള്ളത് കോമ്പോണൻസ് ഓഫ് ബിൽഡിംഗ് സ്റ്റോൺസ്, അതുപോലെ തന്നെ മേസൺറി, ബ്രിക്ക്, പിന്നെ അതുപോലെ തന്നെ ആർച്ചസ് പറഞ്ഞിട്ടുണ്ട്, സ്റ്റീൽ ആൻഡ് RCC പറഞ്ഞിട്ടുണ്ട്, ഫൗണ്ടേഷൻ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ്സ് ഓഫ് ബിൽഡിംഗ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, ഡോർസ്, വിൻഡോസ്, ഫ്ലോർസ്, റൂഫ്സ്, റൂഫ് കവറിങ്, അതുപോലെ തന്നെ ഡോം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കുക. പിന്നെ അതുപോലെ തന്നെ തേർഡ് മൊഡ്യൂളിലേക്ക് വരുന്ന സമയത്ത് ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് പ്ലാനിങ് ആണ്. ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് പ്ലാനിങ്ങിൽ 10 മാർക്കിനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ലേഔട്ട് ഓഫ് ഡ്രോയിങ്, ലൈന്, ലെറ്ററിങ്, ഡയമെൻഷനിങ്, സ്കെയില്, പ്രൊജക്ഷൻസ്, പിന്നെ അതുപോലെ തന്നെ കോഡ് ഓഫ് പ്രാക്ടീസ് ഫോർ ആർക്കിടെക്ചർ ആൻഡ് ബിൽഡിംഗ് ഡ്രോയിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ്, പിന്നെ അതുപോലെ തന്നെ ലോക്കൽ ബിൽഡിംഗ് ബൈ ലോസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലേഔട്ട്, പ്ലാന്, കീ പ്ലാന്, സബ്മിഷൻ ഡ്രോയിങ്, പ്രൊവിഷണൽ ഫോർ സേഫ്റ്റി റിക്വയർമെന്റ്സ്, പിന്നെ അതിന്റെ കൂടെ തന്നെ ബേസിക് കമാൻഡ്സ് ഓഫ് ഓട്ടോക്യാഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഫോർത്ത് മൊഡ്യൂളിലേക്ക് വരുന്ന സമയത്ത് RCC ആൻഡ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ആണ്. അതിൽ RCC മെറ്റീരിയൽ പ്രൊപ്പോർഷൻസ്, ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ RCC സ്ട്രക്ചേഴ്സ്, കോളം, ബീം, സ്ലാബ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്റ്റീൽ സ്ട്രക്ചേഴ്സും കൂടെയാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാം കൂടെ 10 മാർക്കിനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി മൊഡ്യൂൾ 5ലേക്ക് പോവുകയാണെങ്കിൽ പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്ററി എഞ്ചിനീയറിംഗ് ആണ്. 5 മാർക്കിനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ടേംസ് യൂസ്ഡ് ഇൻ പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ, പിന്നെ അതുപോലെ തന്നെ സിസ്റ്റം ഓഫ് സാനിറ്റേഷൻ, പിന്നെ അതുപോലെ തന്നെ സാനിറ്ററി ഫിറ്റിംഗ്സ്, പിന്നെ അതിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്കൽ വേർഡ്സ്, മാൻഹോൾസ്, സെപ്റ്റിക് ടാങ്ക്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. 5 മാർക്കാണ്. അപ്പോൾ കറക്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന തന്നെയാണ്. ഈ ക്വസ്റ്റ്യൻ നമ്പർ 6ലേക്ക് നോക്കുകയാണെങ്കിൽ റോഡ്, റെയിൽവേ, ബ്രിഡ്ജ് ആൻഡ് ടണലിനും കൂടെ 10 മാർക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് അലൈൻമെന്റ്സ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോഡ്സ്, കോമ്പോണന്റ് പാർട്സ് ഓഫ് റോഡ്സ്, പിന്നെ കേർവ്സ് പറയുന്നുണ്ട്, പിന്നെ ബ്രിഡ്ജും ടണലും അതിന്റെ കോമ്പോണന്റ് പാർട്സ്, പിന്നെ ബ്രിഡ്ജിന്റെ ഒക്കെ ആണെങ്കിൽ ടൈപ്പ്, സൂപ്പർ സ്ട്രക്ചർ, അങ്ങനത്തെ അലൈൻമെന്റ്സ്, പിന്നെ റെയിൽവേ ആണെങ്കിൽ റെയിൽവേയിൽ പെർമനന്റ് വേ, റെയിൽ ഗേജസ്, ഫങ്ഷണൽ റിക്വയർമെന്റ്സ്, ഫിക്സ്ചേഴ്സ് ആൻഡ് ഫാസ്റ്റനേഴ്സ്, ജോയിന്റ്സ്, ടൈപ്സ് ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാം കൂടെ 10 മാർക്കാണ്. ഇനി മൊഡ്യൂൾ 7 നോക്കുകയാണെങ്കിൽ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ആണ്. ഇറിഗേഷനും 10 മാർക്കാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഹൈഡ്രോളജി പറയുന്നുണ്ട്, പിന്നെ ഡ്യൂട്ടി, ഡെൽറ്റ, ബേസ് പീരീഡ്, ഗ്രോസ് കമാൻഡ് ഏരിയ, അങ്ങനത്തെ കാച്ച്മെന്റ്സ്, പിന്നെ സ്റ്റോറേജ്, ഡൈവേർഷൻ, ഹെഡ് വർക്ക്സ്, ഡാംസ് പറയുന്നുണ്ട്, പാരേജ്, വിയർ എന്നൊക്കെ പറയുന്നുണ്ട്, പിന്നെ സൂപ്പർ സ്ട്രക്ചർ, സൂപ്പർ പാസേജ്, അക്വഡക്റ്റ്, സൈഫൺ, ലെവൽ ക്രോസിങ്, അങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, കനാൽ സ്ട്രക്ചേഴ്സ് ഒക്കെ എല്ലാ എക്സാമിനും ഈ അടുത്ത് നടന്ന എല്ലാ എക്സാമിനും ഇറിഗേഷൻ എന്ന് ചോദിച്ചിട്ടുള്ള പോർഷൻസ് തന്നെയാണ്. അപ്പം എല്ലാം കൂടെ 10 മാർക്കാണ്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ച് ഒരുപാട് എക്സാമിന് ഫോളോ ചെയ്യുന്നതുകൊണ്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ മൊഡ്യൂൾ 8 പറയുകയാണെങ്കിൽ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് ആണ്. അത് 5 മാർക്കാണ് പറഞ്ഞിട്ടുള്ളത്. കോമൺ ടെക്നിക്സ്, യൂണിറ്റ് ഓഫ് മെഷർമെന്റ്സ്, പിന്നെ അതുപോലെ തന്നെ അനലറ്റിക്സ്, ടൈപ്സ്, ഐറ്റം, പിന്നെ അതുപോലെ തന്നെ റേറ്റ് അനാലിസിസ്, സിംസംസ് ഫോർമുല, അങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. 5 മാർക്കിനാണ്.
ഇനി മൊഡ്യൂൾ 9ലേക്ക് നോക്കുകയാണെങ്കിൽ സർവേയിങ് ആൻഡ് ലെവലിംഗ് ആണ്. 10 മാർക്കിനാണ് പറഞ്ഞിട്ടുള്ളത്. സർവേയിങ് ബേസിക് ആയിട്ടുള്ള കോമ്പസ് സർവേ, അതുപോലെ തന്നെ ഏതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, ലെവലിംഗ്, പിന്നെ അതുപോലെ തന്നെ ചെയിൻ സർവേ, പ്ലെയിൻ ടേബിൾ സർവേ, ലെവലിംഗ്, കോണ്ടൂറിങ്, ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള എല്ലാ എക്സാംസിനും വരുന്ന ഏരിയാസ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നോക്കുക. LSTDന്റെ എക്സാം വരുന്നത് നവംബറിലേക്കാണ് അല്ലേ. അപ്പൊ അതിന്റെ മുന്നത്തെ നമുക്ക് വരുന്ന ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ആണെങ്കിലും വാട്ടർ അതോറിറ്റിയിലാണെങ്കിലും ഒക്കെ സർവേക്ക് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ഉള്ള എക്സാംസ് തന്നെയാണ്. അപ്പം ആ ഒരു എക്സാമിലേക്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ ഒരു പോർഷൻ സിമ്പിൾ ആണ് അല്ലേ. കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി കുറവ് പോർഷൻസ് ആണ് ഇതിലേക്കുള്ളത്. പിന്നെ മൊഡ്യൂൾ 10ലേക്ക് നോക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ ബേസിക് ആയിട്ടുള്ള സ്ട്രെസ്, സ്ട്രെയിൻ, ഹുക്സ് ലോ, എലാസ്റ്റിക് ലിമിറ്റ്, മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി, പിന്നെ ടൈപ്പ് ഓഫ് സ്ട്രെസ്സസ് പറയുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫ്രിക്ഷൻസ്, പിന്നെ അതുപോലെ തന്നെ ഫോഴ്സസിന്റെ കമ്പാരിസൺസ്, ലാമിസ് തിയറം, മൊമെന്റ് ഓഫ് ഇനീഷ്യ, അങ്ങനത്തെ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇത് 10 മാർക്കിനാണല്ലേ വരുന്നത്. അപ്പം ഇത്രയും പോർഷൻസ് ആണ് നമുക്ക് LSTDയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി നിങ്ങൾ ഹാർബറിന്റെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തവരാണെങ്കിൽ ഈ ഒരു പോർഷൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെയിം സിലബസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും അല്ലേ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ ചാനലിൽ തന്നെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ആസ് യൂഷ്വൽ ലാസ്റ്റ് നമ്മുടെ എല്ലാ എക്സാമിന്റെയും സിലബസിൽ താഴെ ഉണ്ടാവുന്നത് പോലെ ഒരു നോട്ട് എന്നുള്ള രീതിയിൽ ഇതിലും ആഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് മേ നോട്ട് ബി ദാറ്റ് അപ്പാർട്ട് ഫ്രം ദ ടോപ്പിക്സ് ഡീറ്റെയിൽസ് അബോവ് ക്വസ്റ്റ്യൻസ് ഫ്രം അതർ ടോപ്പിക്സ് പ്രിസ്ക്രൈബ്ഡ് ഓഫ് ദ educational qualification of the post may also appear in the question paper. There is no undertaking that all the topics above may be covered in question paper അല്ലേ. അപ്പം അതൊരു നോട്ടായിട്ട് കൊടുക്കുന്നതാണ്. അപ്പം അധികവും നമ്മളെ സിലബസിലുള്ള പോർഷൻസ് തന്നെയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ കറക്റ്റ് നിങ്ങൾ ആ ഒരു ടൈം എടുത്ത് തന്നെ പഠിക്കുക, വെയിറ്റേജ് കൊടുത്ത് തന്നെ പഠിക്കുക. ഓരോ സബ്ജക്റ്റിൻ്റെതും ഓരോ ഏരിയയിൽ BAMC ഏതാണ്, എത്രയാണ് മാർക്കുള്ളത്, എസ്റ്റിമേഷൻ ഏതാണ്, വെയിറ്റേജ് നോക്കിയിട്ട് തന്നെ പഠിക്കുക. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആവുക. പിന്നെ മാക്സിമം പഠിക്കുന്ന കൂടത്ത് തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പം ഈ ഒരു സിലബസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ഒരു സിലബസിൻ്റെ സെയിം റിവിഷൻ സീരീസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഹാർബറിൽ തന്നെ അതിൽ നമ്മൾ സിലബസ് മുതൽ അപ്ലോഡ് ചെയ്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സെയിം സിലബസ് തന്നെയാണെന്നുള്ളത് അതിൽ ക്രോസ് ചെക്ക് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.